ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എന്നും ഉപയോഗിക്കാൻ കഴിയുന്ന കുറച്ച് ഇംഗ്ലീഷ് വാചകങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാചകങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ സുപ്രഭാതം. ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാവരും എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എവ്രി വൺ. സുപ്രഭാതം ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എവരി വൺ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ സുപ്രഭാതം. നിങ്ങളുടെ വാരാന്ത്യം എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് യുവർ വീക്കെൻഡ്? വാരാന്ത്യം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വീക്കെൻഡ്. ഹൗ വാസ് യുവർ വീക്കെൻഡ്? നിങ്ങളുടെ വാരാന്ത്യം എങ്ങനെയുണ്ടായിരുന്നു? ദയവായി ആ റിപ്പോർട്ട് എനിക്ക് അയച്ചു തരാമോ? കുഡ് യു പ്ലീസ് സെൻഡ് മീ ദാറ്റ് റിപ്പോർട്ട്? ദയവായി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്ലീസ്. അയക്കുക സെൻഡ്. കുഡ് യു പ്ലീസ് സെൻഡ് മീ ദാറ്റ് റിപ്പോർട്ട്? ദയവായി ആ റിപ്പോർട്ട് എനിക്ക് അയച്ചു തരാമോ? എനിക്ക് ഞങ്ങളുടെ മീറ്റിംഗ് പുനഃക്രമീകരിക്കണം. ഐ നീഡ് ടു റീഷെഡ്യൂൾ അവർ മീറ്റിംഗ്. മീറ്റിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം യോഗം, സമ്മേളനം എന്നാണ്. പുനഃക്രമീകരിക്കുക റീഷെഡ്യൂൾ. ഐ നീഡ് ടു റീഷെഡ്യൂൾ അവർ മീറ്റിംഗ്. എനിക്ക് ഞങ്ങളുടെ മീറ്റിംഗ് പുനഃക്രമീകരിക്കണം. ഈ കാര്യം ഇന്ന് പിന്നീട് ചർച്ച ചെയ്യാം. ലെറ്റ്സ് ഡിസ്കസ് ദിസ് മാറ്റർ ലേറ്റർ ടുഡേ. കാര്യം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മാറ്റർ. ഇന്ന്, ടുഡേ, പിന്നീട്, ലേറ്റർ. ചർച്ച ചെയ്യുക ഡിസ്കസ്. ലെറ്റ്സ് ഡിസ്കസ് ദിസ് മാറ്റർ ലേറ്റർ ടുഡേ. ഈ കാര്യം ഇന്ന് പിന്നീട് ചർച്ച ചെയ്യാം. പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് നൽകാമോ? ക്യാൻ യു പ്രൊവൈഡ് ആൻ അപ്ഡേറ്റ് ഓൺ ദ പ്രോജക്റ്റ്? അപ്ഡേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം പുതിയ വിവരങ്ങൾ. നൽകുക പ്രൊവൈഡ്. ക്യാൻ യു പ്രൊവൈഡ് ആൻ അപ്ഡേറ്റ് ഓൺ ദ പ്രോജക്റ്റ്? പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്കൊരു അപ്ഡേറ്റ് നൽകാമോ? ഇത് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ടോ? ഡു യു ഹാവ് ടൈം ടു ഡിസ്കസ് ദിസ്? ചർച്ച ചെയ്യുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡിസ്കസ്. സമയം ടൈം. ഡു യു ഹാവ് ടൈം ടു ഡിസ്കസ് ദിസ്? ഇത് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ടോ? ഞാൻ ജോലിക്ക് പോകാൻ അല്പം വൈകി. ഐ ആം എ ലിറ്റിൽ ബിറ്റ് ലേറ്റ് ഫോർ വർക്ക്. ജോലി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വർക്ക്. അല്പം എ ബിറ്റ്. വൈകുക ലേറ്റ്. ഐ ആം എ ലിറ്റിൽ ബിറ്റ് ലേറ്റ് ഫോർ വർക്ക്. ഞാൻ ജോലിക്ക് പോകാൻ അല്പം വൈകി. ഈ ജോലിയിൽ എന്നെ സഹായിക്കാമോ? കുഡ് യു ഹെൽപ്പ് മീ വിത്ത് ദിസ് ടാസ്ക്? ജോലി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടാസ്ക്. സഹായിക്കുക ഹെൽപ്പ്. കുഡ് യു ഹെൽപ്പ് മീ വിത്ത് ദിസ് ടാസ്ക്? ഈ ജോലിയിൽ എന്നെ സഹായിക്കാമോ? വിശദാംശങ്ങൾ പരിശോധിക്കാൻ നമുക്ക് പെട്ടെന്നൊരു മീറ്റിംഗ് നടത്താം. ലെറ്റ്സ് ഹാവ് എ ക്വിക്ക് മീറ്റിംഗ് ടു ഗോ ഓവർ ദ ഡീറ്റെയിൽസ്. വിശദാംശങ്ങൾ ഡീറ്റെയിൽസ്. വിശദാംശങ്ങൾ പരിശോധിക്കുക ഗോ ഓവർ ദ ഡീറ്റെയിൽസ്. പെട്ടെന്ന് ക്വിക്ക്. ലെറ്റ്സ് ഹാവ് എ ക്വിക്ക് മീറ്റിംഗ് ടു ഗോ ഓവർ ദ ഡീറ്റെയിൽസ്. വിശദാംശങ്ങൾ പരിശോധിക്കാൻ നമുക്ക് പെട്ടെന്നൊരു മീറ്റിംഗ് നടത്താം. എനിക്കായി ഈ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് അവലോകനം ചെയ്യാമോ? ക്യാൻ യു റിവ്യൂ ദിസ് ഡോക്യുമെൻറ്റ് ഫോർ മീ? എനിക്കായി ഫോർ മീ. അവലോകനം ചെയ്യുക റിവ്യൂ. ക്യാൻ യു റിവ്യൂ ദിസ് ഡോക്യുമെൻറ്റ് ഫോർ മീ? എനിക്കായി ഈ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് അവലോകനം ചെയ്യാമോ? നിങ്ങളുടെ കഠിനാധ്വാനത്തിന് നന്ദി. താങ്ക് യു ഫോർ യുവർ ഹാർഡ് വർക്ക്. നിങ്ങൾക്ക് നന്ദി താങ്ക് യു. കഠിനാധ്വാനം ഹാർഡ് വർക്ക്. താങ്ക് യു ഫോർ യുവർ ഹാർഡ് വർക്ക്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് നന്ദി. ഈ പ്രോജക്റ്റിൻ്റെ സമയപരിധി എന്താണ്? വാട്ട്സ് എ ഡെഡ് ലൈൻ ഫോർ ദിസ് പ്രോജക്റ്റ്? സമയപരിധി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡെഡ് ലൈൻ. വാട്ട്സ് എ ഡെഡ് ലൈൻ ഫോർ ദിസ് പ്രോജക്റ്റ്? ഈ പ്രോജക്റ്റിൻ്റെ സമയപരിധി എന്താണ്? ഞാൻ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു വർക്കിംഗ് വിത്ത് യു. നിങ്ങളോടൊപ്പം വിത്ത് യു. പ്രവർത്തിക്കുക വർക്ക്. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു വർക്കിംഗ് വിത്ത് യു. ഞാൻ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഡു യു നീഡ് എനി ഹെൽപ്പ് വിത്ത് ദാറ്റ്? സഹായം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹെൽപ്പ്. ഡു യു നീഡ് എനി ഹെൽപ്പ് വിത്ത് ദാറ്റ്? അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഈ കാര്യം എനിക്കായി വ്യക്തമാക്കാമോ? ക്യാൻ യു ക്ലാരിഫൈ ദിസ് പോയിന്റ് ഫോർ മീ? കാര്യം പോയിന്റ്. എനിക്കായി ഫോർ മീ. വ്യക്തമാക്കുക ക്ലാരിഫൈ. ക്യാൻ യു ക്ലാരിഫൈ ദിസ് പോയിന്റ് ഫോർ മീ? നിങ്ങൾക്ക് ഈ കാര്യം എനിക്കായി വ്യക്തമാക്കാമോ? ഞാൻ ഉച്ചഭക്ഷണത്തിനായി പോവുകയാണ്. ഐ എം ഗോയിങ് ഔട്ട് ഫോർ ലഞ്ച്. ഉച്ചഭക്ഷണം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലഞ്ച്. പോകുക ഗോ. ഐ എം ഗോയിങ് ഔട്ട് ഫോർ ലഞ്ച്. ഞാൻ ഉച്ചഭക്ഷണത്തിനായി പുറത്തു പോകുകയാണ് അല്ലെങ്കിൽ പോകുകയാണ്. നമുക്ക് ഈ ജോലിക്ക് മുൻഗണന നൽകാമോ? ക്യാൻ വി പ്രയോറിറ്റൈസ് ദിസ് ടാസ്ക്? ജോലി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടാസ്ക്.
മുൻഗണന നൽകുക, പ്രയോറിറ്റൈസ്. ക്യാൻ വി പ്രയോറിറ്റൈസ് ദിസ് ടാസ്ക്? നമുക്ക് ഈ ജോലിക്ക് മുൻഗണന നൽകാമോ? നിങ്ങളുടെ പ്രതികരണം ഞാൻ അഭിനന്ദിക്കുന്നു. ഐ അപ്രീഷിയേറ്റ് യുവർ ഫീഡ്ബാക്ക്. പ്രതികരണം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫീഡ്ബാക്ക്. അഭിനന്ദിക്കുക, അപ്രീഷിയേറ്റ്. ഐ അപ്രീഷിയേറ്റ് യുവർ ഫീഡ്ബാക്ക്. നിങ്ങളുടെ പ്രതികരണം ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി ഇത് നോക്കാമോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാമോ? കുഡ് യു ടേക്ക് കെയർ ഓഫ് ദിസ് ഫോർ മീ? എനിക്ക് വേണ്ടി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫോർ മീ. നോക്കാമോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാമോ? ടേക്ക് കെയർ. കുഡ് യു ടേക്ക് കെയർ ഓഫ് ദിസ് ഫോർ മീ? നിങ്ങൾ എനിക്ക് വേണ്ടി ഇത് നോക്കാമോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാമോ? നമുക്ക് ക്ലയൻറ്റുമായി ഒരു മീറ്റിംഗ് വയ്ക്കാം. ലെറ്റ്സ് സെറ്റപ്പ് എ മീറ്റിംഗ് വിത്ത് എ ക്ലയൻറ്റ്. ക്ലയൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഉപഭോക്താവ് എന്നാണ്. സെറ്റപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം ക്രമീകരിക്കുക അല്ലെങ്കിൽ വയ്ക്കുക. ലെറ്റ്സ് സെറ്റപ്പ് എ മീറ്റിംഗ് വിത്ത് ദ ക്ലയൻറ്റ്. നമുക്ക് ക്ലയൻറ്റുമായി ഒരു മീറ്റിംഗ് വയ്ക്കാം. ഞാൻ ഇന്ന് ജോലിയിൽ മുഴുകിയിരിക്കുന്നു. ഐ ആം സ്വാംപ്ഡ് വിത്ത് വർക്ക് ടുഡേ. ജോലി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വർക്ക്. ഇന്ന്, ടുഡേ. മുഴുകുക, സ്വാം. ഐ ആം സ്വാംപ്ഡ് വിത്ത് വർക്ക് ടുഡേ. ഞാൻ ഇന്ന് ജോലിയിൽ മുഴുകിയിരിക്കുന്നു. പുരോഗതിയെക്കുറിച്ച് നിങ്ങൾക്ക് ടീമിനെ അറിയിക്കാമോ? കുഡ് യു അപ്ഡേറ്റ് ദ ടീം ഓൺ ദ പ്രോഗ്രസ്? പുരോഗതി, പ്രോഗ്രസ്. അറിയിക്കുക, അപ്ഡേറ്റ്. കുഡ് യു അപ്ഡേറ്റ് ദ ടീം ഓൺ ദ പ്രോഗ്രസ്? പുരോഗതിയെക്കുറിച്ച് നിങ്ങൾക്ക് ടീമിനെ അറിയിക്കാമോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവായി എന്നെ അറിയിക്കൂ. പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും, എനി, ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ്. ദയവായി, പ്ലീസ് എന്നെ അറിയിക്കുക. ലെറ്റ് മീ നോ. പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവായി എന്നെ അറിയിക്കൂ. എനിക്ക് പ്രോജക്റ്റിനെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഐ ഹാവ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ പ്രോജക്റ്റ്. കുറച്ച് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എ ഫ്യൂ. ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ്. ഐ ഹാവ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ പ്രോജക്റ്റ്. എനിക്ക് പ്രോജക്റ്റിനെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങളുണ്ട്. നമുക്ക് കാപ്പി കുടിക്കാം. ലെറ്റ്സ് ഡ്രിങ്ക് കോഫി. കുടിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡ്രിങ്ക്. ലെറ്റ്സ് ഡ്രിങ്ക് കോഫി. നമുക്ക് കാപ്പി കുടിക്കാം. എനിക്ക് ദിവസാവസാനത്തോടെ അത് ആവശ്യമാണ്. ഐ വിൽ നീഡ് ദാറ്റ് ബൈ ദ എൻഡ് ഓഫ് ദി ഡേ. ദിവസാവസാനം, എൻഡ് ഓഫ് ദ ഡേ. ആവശ്യമാണ്, നീഡ്. ഐ വിൽ നീഡ് ദാറ്റ് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ. എനിക്ക് ദിവസാവസാനത്തോടെ അത് ആവശ്യമാണ്. ഇപ്പോൾ ഞങ്ങളുടെ മുൻഗണന എന്താണ്? വാട്ട്സ് അവർ ടോപ്പ് പ്രയോറിറ്റി റൈറ്റ് നൗ? മുൻഗണന എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പ്രയോറിറ്റി. ഇപ്പോൾ, റൈറ്റ് നൗ. വാട്ട്സ് അവർ ടോപ്പ് പ്രയോറിറ്റി റൈറ്റ് നൗ? ഇപ്പോൾ ഞങ്ങളുടെ മുൻഗണന എന്താണ്? നമുക്ക് അടുത്ത ഘട്ടങ്ങൾ ചർച്ച ചെയ്യാം. ലെറ്റ്സ് ഡിസ്കസ് ദ നെക്സ്റ്റ് സ്റ്റെപ്സ്. അടുത്ത ഘട്ടങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് നെക്സ്റ്റ് സ്റ്റെപ്സ്. ചർച്ച ചെയ്യുക, ഡിസ്കസ്. ലെറ്റ്സ് ഡിസ്കസ് ദ നെക്സ്റ്റ് സ്റ്റെപ്സ്. നമുക്ക് അടുത്ത ഘട്ടങ്ങൾ ചർച്ച ചെയ്യാം. ഞാൻ നാളെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യും. ഐ വിൽ വർക്ക് ഫ്രം ഹോം ടുമോറോ. വീട്ടിൽ നിന്ന്, ഫ്രം ഹോം. ജോലി ചെയ്യുക, വർക്ക്. നാളെ, ടുമോറോ. ഐ വിൽ വർക്ക് ഫ്രം ഹോം ടുമോറോ. ഞാൻ നാളെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യും. എനിക്കായി ഇത് 2 തവണ പരിശോധിക്കാമോ? ക്യാൻ യു ഡബിൾ ചെക്ക് ദിസ് ഫോർ മീ? എനിക്കായി, ഫോർ മീ. 2 തവണ പരിശോധിക്കുക, ഡബിൾ ചെക്ക്. ക്യാൻ യു ഡബിൾ ചെക്ക് ദിസ് ഫോർ മീ? എനിക്കായി ഇത് 2 തവണ പരിശോധിക്കാമോ? എനിക്കിന്ന് നേരത്തെ പോകണം. ഐ നീഡ് ടു ലീവ് ഏർലി ടുഡേ. നേരത്തെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഏർലി. പോകുക, ലീവ്. ഇന്ന്, ടുഡേ. ഐ നീഡ് ടു ലീവ് ഏർലി ടുഡേ. എനിക്കിന്ന് നേരത്തെ പോകണം. പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാം എങ്ങനെ പോകുന്നു? ഹൗ ഈസ് എവറിഥിങ് ഗോയിങ് വിത്ത് ദ പ്രോജക്റ്റ്? പദ്ധതി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്രോജക്റ്റ്. എല്ലാം, എവറിഥിങ്. എങ്ങനെ പോകുന്നു? ഹൗ ഈസ് ഗോയിങ്. ഹൗ ഈസ് എവറിഥിങ് ഗോയിങ് വിത്ത് ദ പ്രോജക്റ്റ്? പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാം എങ്ങനെ പോകുന്നു? നമുക്ക് ഈ ജോലിക്കായി ഒരു സമയപരിധി സജ്ജീകരിക്കാം. ലെറ്റ്സ് സെറ്റ് എ ടൈം ലൈൻ ഫോർ ദിസ് ടാസ്ക്. ജോലി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടാസ്ക്. സമയപരിധി, ടൈം ലൈൻ. സജ്ജീകരിക്കുക, സെറ്റ്. ലെറ്റ്സ് സെറ്റ് എ ടൈം ലൈൻ ഫോർ ദിസ് ടാസ്ക്. നമുക്ക് ഈ ജോലിക്കായി ഒരു സമയപരിധി സജ്ജീകരിക്കാം. കണ്ടെത്തലുകളുടെ ഒരു സംഗ്രഹം തയ്യാറാക്കാമോ? കെൻ യു പ്രിപ്പയർ എ സമ്മറി ഓഫ് ദ ഫൈൻഡിങ്സ്? കണ്ടെത്തലുകൾ, ഫൈൻഡിങ്സ്. സംഗ്രഹം, സമ്മറി. തയ്യാറാക്കുക, പ്രിപ്പയർ. കെൻ യു പ്രിപ്പയർ എ സമ്മറി ഓഫ് ദ ഫൈൻഡിങ്സ്? കണ്ടെത്തലുകളുടെ ഒരു സംഗ്രഹം തയ്യാറാക്കാമോ? എനിക്കിതിൽ നിങ്ങളുടെ അംഗീകാരം വേണം.
ഐ നീഡ് യുവർ അപ്രൂവൽ ഓൺ ദിസ്. ഇതിൽ ഓൺ ദിസ്. നിങ്ങളുടെ യുവർ. അംഗീകാരം അപ്രൂവൽ. നീഡ് വേണം. ഐ നീഡ് യുവർ അപ്രൂവൽ ഓൺ ദിസ്. എനിക്കിതിൽ നിങ്ങളുടെ അംഗീകാരം വേണം. നമുക്ക് വിശദാംശങ്ങൾ അന്തിമമാക്കാം. ലെറ്റ്സ് ഫൈനലൈസ് ദ ഡീറ്റെയിൽസ്. വിശദാംശങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡീറ്റെയിൽസ്. അന്തിമമാക്കുക, ഫൈനലൈസ്. ലെറ്റ്സ് ഫൈനലൈസ് ദ ഡീറ്റെയിൽസ്. നമുക്ക് വിശദാംശങ്ങൾ അന്തിമമാക്കാം. ദയവായി സമയപരിധി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. പ്ലീസ് മേക്ക് ഷുവർ ടു മീറ്റ് ദ ഡെഡ് ലൈൻ. ദയവായി, പ്ലീസ്. സമയപരിധി, ഡെഡ് ലൈൻ. പാലിക്കുക, മീറ്റ്. ഉറപ്പാക്കുക, മേക്ക് ഷുവർ. പ്ലീസ് മേക്ക് ഷുവർ ടു മീറ്റ് ദ ഡെഡ് ലൈൻ. ദയവായി സമയപരിധി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഞാൻ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഒരു മീറ്റിങ്ങിനെത്താം അല്ലെങ്കിൽ ലഭ്യമാണ്. ഐ എം അവൈലബിൾ ഫോർ എ മീറ്റിംഗ് അറ്റ് 3 PM. എത്തുക അല്ലെങ്കിൽ ലഭ്യമാണ് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് അവൈലബിൾ. ഐ ആം അവൈലബിൾ ഫോർ എ മീറ്റിംഗ് അറ്റ് 3 PM. ഞാൻ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഒരു മീറ്റിങ്ങിന് എത്താം അല്ലെങ്കിൽ ലഭ്യമാണ്. ഈ പ്രക്രിയ എന്നോട് വിശദീകരിക്കാമോ? കുഡ് യു എക്സ്പ്ലെയിൻ ദിസ് പ്രോസസ് ടു മീ? പ്രക്രിയ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്രോസസ്. വിശദീകരിക്കുക, എക്സ്പ്ലെയിൻ. കുഡ് യു എക്സ്പ്ലെയിൻ ദിസ് പ്രോസസ് ടു മീ? ഈ പ്രക്രിയ എന്നോട് വിശദീകരിക്കാമോ? നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. താങ്ക് യു ഫോർ യുവർ കോഓപ്പറേഷൻ. സഹകരണം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കോഓപ്പറേഷൻ. നിങ്ങൾക്ക് നന്ദി, താങ്ക് യു. താങ്ക് യു ഫോർ യുവർ കോഓപ്പറേഷൻ. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. നമ്മുടെ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ ഒരു സമയം നിശ്ചയിക്കാം. ലെറ്റ്സ് സെറ്റ് എ ടൈം ടു ഡിസ്കസ് അവർ നെക്സ്റ്റ് സ്റ്റെപ്സ്. നമ്മുടെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് അവർ. തുടർ നടപടികൾ, നെക്സ്റ്റ് സ്റ്റെപ്സ്. ചർച്ച ചെയ്യുക, ഡിസ്കസ്. സമയം, ടൈം. നിശ്ചയിക്കുക, സെറ്റ്. ലെറ്റ്സ് സെറ്റ് എ ടൈം ടു ഡിസ്കസ് അവർ നെക്സ്റ്റ് സ്റ്റെപ്സ്. നമ്മുടെ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ ഒരു സമയം നിശ്ചയിക്കാം. സമയപരിധിക്കുള്ളിൽ ഇത് പൂർത്തിയാകുമെന്ന് ഞാൻ ഉറപ്പാക്കും. ഐ വിൽ എൻഷുർ ദിസ് ഈസ് കംപ്ലീറ്റഡ് ബൈ ദി ഡെഡ് ലൈൻ. സമയപരിധി, ഡെഡ് ലൈൻ. പൂർത്തിയാക്കുക, കംപ്ലീറ്റ്. ഉറപ്പിക്കുക, എൻഷുർ. ഐ വിൽ എൻഷുർ ദിസ് ഈസ് കംപ്ലീറ്റഡ് ബൈ ദി ഡെഡ് ലൈൻ. സമയപരിധിക്കുള്ളിൽ ഇത് പൂർത്തിയാകുമെന്ന് ഞാൻ ഉറപ്പാക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദയവായി എന്നെ അറിയിക്കുക. പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് ദർ ഈസ് എനിത്തിങ് എൽസ് യു നീഡ്. മറ്റെന്തെങ്കിലും, എനിത്തിങ് എൽസ്. ആവശ്യമുണ്ടാകുക, നീഡ്. ദയവായി, പ്ലീസ്. പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് ദർ ഈസ് എനിത്തിങ് എൽസ് യു നീഡ്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദയവായി എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് നാളെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിയുമോ? വുഡ് യു ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ടുമോറോ? നാളെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടുമോറോ. പങ്കെടുക്കുക, അറ്റൻഡ്. വുഡ് യു ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ടുമോറോ? നിങ്ങൾക്ക് നാളെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിയുമോ? ഞാൻ ഇതിന് മുൻഗണന നൽകുകയും പുരോഗതിയെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. ഐ വിൽ പ്രയോറിറ്റൈസ് ദിസ് ആൻഡ് അപ്ഡേറ്റ് യു ഓൺ ദ പ്രോഗ്രസ്. മുൻഗണന നൽകുക, പ്രയോറിറ്റൈസ്. പുരോഗതി, പ്രോഗ്രസ്. അറിയിക്കുക, അപ്ഡേറ്റ്. ഐ വിൽ പ്രയോറിറ്റൈസ് ദിസ് ആൻഡ് അപ്ഡേറ്റ് യു ഓൺ ദ പ്രോഗ്രസ്. ഞാൻ ഇതിന് മുൻഗണന നൽകുകയും പുരോഗതിയെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. നിങ്ങൾ ദയവായി ഈ ഇമെയിൽ കിട്ടിയെന്ന് ഉറപ്പിക്കാമോ? കുഡ് യു പ്ലീസ് കൺഫേം റിസിപ്റ്റ് ഓഫ് ദിസ് ഇമെയിൽ? ദയവായി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്ലീസ്. ഉറപ്പിക്കുക, കൺഫേം. കുഡ് യു പ്ലീസ് കൺഫേം റിസിപ്റ്റ് ഓഫ് ദിസ് ഇമെയിൽ? നിങ്ങൾ ദയവായി ഈ ഇമെയിൽ കിട്ടിയെന്ന് ഉറപ്പിക്കാമോ? നമ്മളുടെ മുൻപത്തെ സംഭാഷണം തുടരാൻ ഞാൻ ആഗ്രഹിച്ചു. ഐ വാണ്ടഡ് ടു ഫോളോ അപ്പ് ഓൺ അവർ പ്രീവിയസ് കോൺവെർസേഷൻ. മുൻപത്തെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്രീവിയസ്. സംഭാഷണം, കോൺവെർസേഷൻ. തുടരുക അല്ലെങ്കിൽ പിന്തുടരുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഫോളോ അപ്പ്. ആഗ്രഹിക്കുക, വാണ്ട്. ആഗ്രഹിച്ചു, വാണ്ടഡ്. ഐ വാണ്ടഡ് ടു ഫോളോ അപ്പ് ഓൺ അവർ പ്രീവിയസ് കോൺവെർസേഷൻ. നമ്മളുടെ മുൻപത്തെ സംഭാഷണം തുടരാൻ ഞാൻ ആഗ്രഹിച്ചു. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒരു ഹ്രസ്വ മീറ്റിങ്ങിന് നിങ്ങൾക്ക് പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾ ലഭ്യമാകുമോ? വുഡ് യു ബി അവൈലബിൾ ഫോർ എ ബ്രീഫ് മീറ്റിംഗ് ദിസ് ആഫ്റ്റർനൂൺ? ഉച്ചതിരിഞ്ഞ് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ആഫ്റ്റർനൂൺ. ഹ്രസ്വ മീറ്റിംഗ്, ബ്രീഫ് മീറ്റിംഗ്. ലഭ്യമാകുക, അവൈലബിൾ. വുഡ് യു ബി അവൈലബിൾ ഫോർ എ ബ്രീഫ് മീറ്റിംഗ് ദിസ് ആഫ്റ്റർനൂൺ? ഇന്ന് ഉച്ചതിരിഞ്ഞ് ഒരു ഹ്രസ്വ മീറ്റിങ്ങിന് നിങ്ങൾക്ക് പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾ ലഭ്യമാകുമോ? ഞാനിപ്പോൾ ആവശ്യപ്പെട്ട മാറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചെയ്യുകയാണ്.
ഐ എം വർക്കിംഗ് ഓൺ ദ റിക്വസ്റ്റഡ് ചേഞ്ചസ് നൗ. ഇപ്പോൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് നൗ. ആവശ്യപ്പെട്ട, റിക്വസ്റ്റഡ്. മാറ്റങ്ങൾ, ചേഞ്ചസ്. ചെയ്യുകയാണ് അല്ലെങ്കിൽ പ്രവർത്തിക്കുകയാണ്, വർക്കിംഗ്. ഐ എം വർക്കിംഗ് ഓൺ ദ റിക്വസ്റ്റഡ് ചേഞ്ചസ് നൗ. ഞാനിപ്പോൾ ആവശ്യപ്പെട്ട മാറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചെയ്യുകയാണ്. നമ്മളുടെ അടുത്ത മീറ്റിങ്ങിൻ്റെ കാര്യപരിപാടി നമുക്ക് അന്തിമമാക്കാനാകുമോ? ക്യാൻ വി ഫൈനലൈസ് ദി അജണ്ട ഫോർ അവർ നെക്സ്റ്റ് മീറ്റിംഗ്? അടുത്ത മീറ്റിംഗ്, നെക്സ്റ്റ് മീറ്റിംഗ്. കാര്യപരിപാടി, അജണ്ട. അന്തിമമാക്കുക, ഫൈനലൈസ്. ക്യാൻ വി ഫൈനലൈസ് ദി അജണ്ട ഫോർ അവർ നെക്സ്റ്റ് മീറ്റിംഗ്? നമ്മളുടെ അടുത്ത മീറ്റിങ്ങിൻ്റെ കാര്യപരിപാടി നമുക്ക് അന്തിമമാക്കാനാകുമോ? പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്കൊരു അപ്ഡേറ്റ് നൽകാമോ? ക്യാൻ യു പ്രൊവൈഡ് ആൻ അപ്ഡേറ്റ് ഓൺ ദ പ്രോജക്റ്റ്? പ്രോജക്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം പദ്ധതി. അപ്ഡേറ്റ്, പുതിയ വിവരങ്ങൾ. നൽകുക, പ്രൊവൈഡ്. ക്യാൻ യു പ്രൊവൈഡ് ആൻ അപ്ഡേറ്റ് ഓൺ ദ പ്രോജക്റ്റ്? പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്കൊരു അപ്ഡേറ്റ് നൽകാമോ? എന്തെങ്കിലും തുടർ നടപടി ആവശ്യമാണെങ്കിൽ ദയവായി എന്നെ അറിയിക്കുക. പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് എനി ഫർദർ ആക്ഷൻ ഈസ് റിക്വയർഡ്. എന്തെങ്കിലും, എനി. തുടർ നടപടി, ഫർദർ ആക്ഷൻ. ആവശ്യമാകുക, റിക്വയർ. ദയവായി, പ്ലീസ്. എന്നെ അറിയിക്കുക, ലെറ്റ് മീ നോ. പ്ലീസ് ലെറ്റ് മീ നോ ഇഫ് എനി ഫർദർ ആക്ഷൻ ഈസ് റിക്വയർഡ്. എന്തെങ്കിലും തുടർ നടപടി ആവശ്യമാണെങ്കിൽ ദയവായി എന്നെ അറിയിക്കുക. ഞാൻ ഈ പ്രശ്നം പരിശോധിച്ച് പിന്നീട് നിങ്ങളോട് സംസാരിക്കാം. ഐ വിൽ ലുക്ക് ഇൻ ടു ദിസ് ഇഷ്യൂ ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു. പ്രശ്നം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇഷ്യൂ. പരിശോധിക്കുക, ലുക്ക് ഇൻ ടു. പിന്നീട് നിങ്ങളോട് സംസാരിക്കുക, ഗെറ്റ് ബാക്ക് ടു യു. ഐ വിൽ ലുക്ക് ഇൻ ടു ദിസ് ഇഷ്യൂ ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു. ഞാൻ ഈ പ്രശ്നം പരിശോധിച്ച് പിന്നീട് നിങ്ങളോട് സംസാരിക്കാം. പുതിയ വിവരങ്ങൾ തന്നതിന് നന്ദി, അത് വളരെ അഭിനന്ദനീയമാണ്. താങ്ക് യു ഫോർ ദി അപ്ഡേറ്റ്, ഇറ്റ് ഈസ് മച്ച് അപ്രിഷിയേറ്റഡ്. പുതിയ വിവരങ്ങൾ, അപ്ഡേറ്റ്. വളരെ, മച്ച്. അത് വളരെ അഭിനന്ദനീയമാണ്, ഇറ്റ് ഈസ് മച്ച് അപ്രിഷിയേറ്റഡ്. താങ്ക് യു ഫോർ ദി അപ്ഡേറ്റ്, ഇറ്റ് ഈസ് മച്ച് അപ്രിഷിയേറ്റഡ്. പുതിയ വിവരങ്ങൾ തന്നതിന് നന്ദി, അത് വളരെ അഭിനന്ദനീയമാണ്. പദ്ധതിയുടെ സമയക്രമ പട്ടിക നമുക്ക് ഒരുമിച്ച് അവലോകനം ചെയ്യാൻ കഴിയുമോ? ക്യാൻ വി റിവ്യൂ ദ പ്രോജക്ട്സ് ടൈം ലൈൻ ടുഗദർ? പദ്ധതി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്രോജക്റ്റ്. സമയക്രമ പട്ടിക, ടൈം ലൈൻ. ഒരുമിച്ച്, ടുഗദർ. അവലോകനം ചെയ്യുക, റിവ്യൂ. ക്യാൻ വി റിവ്യൂ ദ പ്രോജക്ട്സ് ടൈം ലൈൻ ടുഗദർ? പദ്ധതിയുടെ സമയക്രമ പട്ടിക നമുക്ക് ഒരുമിച്ച് അവലോകനം ചെയ്യാൻ കഴിയുമോ? ആവശ്യമായ രേഖകൾ ഞാൻ ഉടൻ അയക്കും. ഐ വിൽ സെൻഡ് ഓവർ ദ നെസസറി ഡോക്യുമെൻറ്റ്സ് ഷോർട്ട്ലി. ആവശ്യമായ, നെസസറി. രേഖകൾ, ഡോക്യുമെൻറ്റ്സ്. ഉടൻ, ഷോർട്ട്ലി. അയക്കുക, സെൻഡ്. ഐ വിൽ സെൻഡ് ഓവർ ദ നെസസറി ഡോക്യുമെൻറ്റ്സ് ഷോർട്ട്ലി. ആവശ്യമായ രേഖകൾ ഞാൻ ഉടൻ അയക്കും. ഈ വിഷയത്തിൽ വിവരങ്ങൾ നൽകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? വുഡ് യു മൈൻഡ് പ്രൊവൈഡിംഗ് യുവർ ഇൻപുട്ട് ഓൺ ദിസ് മാറ്റർ? വിഷയം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് മാറ്റർ. വിവരങ്ങൾ, ഇൻപുട്ട്. നൽകുക, പ്രൊവൈഡ്. വുഡ് യു മൈൻഡ് പ്രൊവൈഡിംഗ് യുവർ ഇൻപുട്ട് ഓൺ ദിസ് മാറ്റർ? ഈ വിഷയത്തിൽ വിവരങ്ങൾ നൽകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇതിലേക്ക് നിങ്ങളുടെ പെട്ടെന്നുള്ള ശ്രദ്ധയെ ഞാൻ വിലമതിക്കുന്നു അല്ലെങ്കിൽ അഭിനന്ദിക്കുന്നു. ഐ അപ്രിഷിയേറ്റ് യുവർ പ്രോംപ്റ്റ് അറ്റൻഷൻ ടു ദിസ്. ഇതിലേക്ക്, ടു ദിസ്. നിങ്ങളുടെ, യുവർ. പെട്ടെന്നുള്ള, പ്രോംപ്റ്റ്. ശ്രദ്ധ, അറ്റൻഷൻ. വിലമതിക്കുക അല്ലെ അഭിനന്ദിക്കുക, അപ്രിഷിയേറ്റ്. ഐ അപ്രിഷിയേറ്റ് യുവർ പ്രോംപ്റ്റ് അറ്റൻഷൻ ടു ദിസ്. ഇതിലേക്ക് നിങ്ങളുടെ പെട്ടെന്നുള്ള ശ്രദ്ധയെ ഞാൻ വിലമതിക്കുന്നു അല്ലെങ്കിൽ അഭിനന്ദിക്കുന്നു. ഞങ്ങളുടെ വരാനിരിക്കുന്ന മീറ്റിങ്ങിൽ ഇത് ചർച്ച ചെയ്യുമെന്ന് ഞാൻ ഉറപ്പാക്കും. ഐ വിൽ മേക്ക് ഷുവർ ടു ഡിസ്കസ് ദിസ് ഇൻ അവർ അപ്കമിംഗ് മീറ്റിംഗ്. ഞങ്ങളുടെ, അവർ. വരാനിരിക്കുന്ന, അപ്കമിംഗ്. മീറ്റിംഗ്, യോഗം. ചർച്ച ചെയ്യുക, ഡിസ്കസ്. ഉറപ്പാക്കുക, മേക്ക് ഷുവർ. ഐ വിൽ മേക്ക് ഷുവർ ടു ഡിസ്കസ് ദിസ് ഇൻ അവർ അപ്കമിംഗ് മീറ്റിംഗ്. ഞങ്ങളുടെ വരാനിരിക്കുന്ന മീറ്റിങ്ങിൽ ഇത് ചർച്ച ചെയ്യുമെന്ന് ഞാൻ ഉറപ്പാക്കും. ഈ ജോലിയിൽ എന്നെ സഹായിക്കാമോ? ക്യാൻ യു അസിസ്റ്റ് മീ വിത്ത് ദിസ് ടാസ്ക്? ജോലി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടാസ്ക്. സഹായിക്കുക, അസിസ്റ്റ്. ക്യാൻ യു അസിസ്റ്റ് മീ വിത്ത് ദിസ് ടാസ്ക്? ഈ ടാസ്കിൽ അല്ലെങ്കിൽ ഈ ജോലിയിൽ എന്നെ സഹായിക്കാമോ? ഈ ആവശ്യകതയെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകാമോ? ക്യാൻ യു പ്രൊവൈഡ് മോർ ഡീറ്റെയിൽസ് ഓൺ ദിസ് റിക്വയർമെൻറ്റ്? ആവശ്യകത, റിക്വയർമെൻറ്റ്.
കൂടുതൽ മോർ, കൂടുതൽ വിശദാംശങ്ങൾ മോർ ഡീറ്റെയിൽസ്, നൽകുക പ്രൊവൈഡ്. ഈ ആവശ്യകതയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിശദാംശങ്ങൾ നൽകാമോ? ക്യാൻ യു പ്രൊവൈഡ് മോർ ഡീറ്റെയിൽസ് ഓൺ ദിസ് റിക്വയർമെൻറ്റ്? നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. സഹകരണം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കോഓപ്പറേഷൻ. താങ്ക് യു ഫോർ യുവർ കോഓപ്പറേഷൻ. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. പദ്ധതിയുടെ ഉദ്ദേശങ്ങളിൽ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളിൽ നമ്മളൊരു പൊതുധാരണയിലാണെന്ന് ഉറപ്പാക്കാം. ലെറ്റ്സ് മേക്ക് ഷുവർ വി ആർ അലൈൻഡ് ഓൺ ദ പ്രൊജക്റ്റ് ഗോൾസ്. പദ്ധതി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്രോജക്റ്റ്. ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഉദ്ദേശങ്ങൾ ഗോൾസ്. പൊതുധാരണയിലെത്തുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് അലൈൻ. ഉറപ്പാക്കുക മേക്ക് ഷുവർ. ലെറ്റ്സ് മേക്ക് ഷുവർ വി ആർ അലൈൻഡ് ഓൺ ദ പ്രൊജക്റ്റ് ഗോൾസ്. പദ്ധതിയുടെ ഉദ്ദേശങ്ങളിൽ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളിൽ നമ്മൾ ഒരു പൊതുധാരണയിലാണെന്ന് ഉറപ്പാക്കാം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കൂട്ടിച്ചേർത്തിട്ടുള്ള രേഖ ദയവായി അവലോകനം ചെയ്യുക. പ്ലീസ് റിവ്യൂ ദ അറ്റാച്ച്ഡ് ഡോക്യുമെൻറ്റ് അറ്റ് യുവർ ഏർലിയസ്റ്റ് കൺവീനിയൻസ്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അറ്റ് യുവർ ഏർലിയസ്റ്റ് കൺവീനിയൻസ്. കൂട്ടിച്ചേർക്കുക അറ്റാച്ച്, രേഖ ഡോക്യുമെൻറ്റ്. ദയവായി പ്ലീസ് അവലോകനം ചെയ്യുക റിവ്യൂ. പ്ലീസ് റിവ്യൂ ദ അറ്റാച്ച്ഡ് ഡോക്യുമെൻറ്റ് അറ്റ് യുവർ ഏർലിയസ്റ്റ് കൺവീനിയൻസ്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കൂട്ടിച്ചേർത്തിട്ടുള്ള രേഖ ദയവായി അവലോകനം ചെയ്യുക. അതിനനുസരിച്ച് ഞാൻ ടീമിന് പുതിയ വിവരങ്ങൾ കൊടുക്കാം. ഐ വിൽ അപ്ഡേറ്റ് ദ ടീം അക്കോർഡിംഗ്ലി. അതിനനുസരിച്ച് അക്കോർഡിംഗ്ലി. പുതിയ വിവരങ്ങൾ കൊടുക്കുക അപ്ഡേറ്റ്. ഐ വിൽ അപ്ഡേറ്റ് ദ ടീം അക്കോർഡിംഗ്ലി. അതിനനുസരിച്ച് ഞാൻ ടീമിന് പുതിയ വിവരങ്ങൾ കൊടുക്കാം. എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? ഡു യു ഹാവ് എനി സജഷൻസ് ഓൺ ഹൗ ടു പ്രൊസീഡ്? എങ്ങനെ മുന്നോട്ട് പോകണം, ഹൗ ടു പ്രൊസീഡ്. എന്തെങ്കിലും എനി. നിർദ്ദേശങ്ങൾ സജഷൻസ്. ഡു യു ഹാവ് എനി സജഷൻസ് ഓൺ ഹൗ ടു പ്രൊസീഡ്? എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? ഞാനിത് കൈകാര്യം ചെയ്യുകയും നിങ്ങളെ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യും. ഐ വിൽ ഹാൻഡിൽ ദിസ് ആൻഡ് കീപ് യു പോസ്റ്റഡ്. കൈകാര്യം ചെയ്യുക ഹാൻഡിൽ. നിങ്ങളെ വിവരങ്ങൾ അറിയിക്കുക കീപ് യു പോസ്റ്റഡ്. ഐ വിൽ ഹാൻഡിൽ ദിസ് ആൻഡ് കീപ് യു പോസ്റ്റഡ്. ഞാനിത് കൈകാര്യം ചെയ്യുകയും നിങ്ങളെ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യും. അവരുടെ പ്രതികരണത്തിനായി ഞാൻ ഈ ഇമെയിൽ അയക്കുന്നു. ഐ എം സെൻഡിങ് ദിസ് ഇമെയിൽ ഫോർ ദെയർ ഫീഡ്ബാക്ക്. പ്രതികരണം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫീഡ്ബാക്ക്. അയക്കുക സെൻഡ്. ഐ എം സെൻഡിങ് ദിസ് ഇമെയിൽ ഫോർ ദെയർ ഫീഡ്ബാക്ക്. അവരുടെ പ്രതികരണത്തിനായി ഞാൻ ഈ ഇമെയിൽ അയക്കുന്നു. പിന്നീട് ഈ ആഴ്ചയിൽ നമുക്ക് ഈ വിഷയം വീണ്ടും പരിശോധിക്കാമോ? കുഡ് വി റീവിസിറ്റ് ദിസ് ടോപ്പിക് ലേറ്റർ ഇൻ ദ വീക്ക്? പിന്നീട് ഈ ആഴ്ചയിൽ, ലേറ്റർ ഇൻ ദ വീക്ക്. വിഷയം ടോപ്പിക്. വീണ്ടും പരിശോധിക്കുക റീവിസിറ്റ്. കുഡ് വി റീവിസിറ്റ് ദിസ് ടോപ്പിക് ലേറ്റർ ഇൻ ദ വീക്ക്? പിന്നീട് ഈ ആഴ്ചയിൽ നമുക്ക് ഈ വിഷയം വീണ്ടും പരിശോധിക്കാമോ? മനസ്സിലാക്കിയതിന് നിങ്ങൾക്ക് നന്ദി. താങ്ക് യു ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾക്ക് നന്ദി. താങ്ക് യു. മനസ്സിലാക്കുക അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. മനസ്സിലാക്കിയതിന് നിങ്ങൾക്ക് നന്ദി. ഈ ഇനം ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇനങ്ങളിൽ ഒന്നാണ്. ദിസ് ഐറ്റം ഈസ് വൺ ഓഫ് അവർ ബെസ്റ്റ് സെല്ലേഴ്സ്. ഇനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഐറ്റം. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ബെസ്റ്റ് സെല്ലേഴ്സ്. ദിസ് ഐറ്റം ഈസ് വൺ ഓഫ് അവർ ബെസ്റ്റ് സെല്ലേഴ്സ്. ഈ ഇനം ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇനങ്ങളിൽ ഒന്നാണ്. നിങ്ങൾ ഇന്ന് വാങ്ങുകയാണെങ്കിൽ ഞങ്ങളൊരു കിഴിവ് വാഗ്ദാനം ചെയ്യുന്നു. വി ഓഫർ എ ഡിസ്കൗണ്ട് ഇഫ് യു പർച്ചേസ് ടുഡേ. വാങ്ങുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പർച്ചേസ്. കിഴിവ് ഡിസ്കൗണ്ട്. വാഗ്ദാനം ചെയ്യുക ഓഫർ. വി ഓഫർ എ ഡിസ്കൗണ്ട് ഇഫ് യു പർച്ചേസ് ടുഡേ. നിങ്ങൾ ഇന്ന് വാങ്ങുകയാണെങ്കിൽ ഞങ്ങളൊരു കിഴിവ് വാഗ്ദാനം ചെയ്യുന്നു. ഈ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ. Can I provide you with more information about this product? ഉൽപ്പന്നം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്രോഡക്റ്റ്. കൂടുതൽ വിവരങ്ങൾ മോർ ഇൻഫർമേഷൻ. വിവരങ്ങൾ ഇൻഫർമേഷൻ. നൽകുക പ്രൊവൈഡ്. Can I provide you with more information about this product? ഈ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ. ഇന്നൊരു മികച്ച ഉൽപ്പന്നം കണ്ടെത്തുന്നതിന് നിങ്ങളെ ഞാൻ സഹായിക്കട്ടെ. How can I assist you in finding the perfect product today?
ഇന്ന് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ടുഡേ. ഒരു മികച്ച ഉൽപ്പന്നം, എ പെർഫെക്റ്റ് പ്രോഡക്റ്റ്. ഉൽപ്പന്നം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പ്രോഡക്റ്റ്. കണ്ടെത്തുക, ഫൈൻഡ്. സഹായിക്കുക, അസിസ്റ്റ്. ഹൗ ക്യാൻ ഐ അസിസ്റ്റ് യു ഇൻ ഫൈൻഡിങ് ദ പെർഫെക്റ്റ് പ്രോഡക്റ്റ് ടുഡേ? ഇന്നൊരു മികച്ച ഉൽപ്പന്നം കണ്ടെത്തുന്നതിന് നിങ്ങളെ ഞാൻ സഹായിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകൾ ഏതാണ്? വാട്ട് ഫീച്ചേഴ്സ് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു യു? ഏറ്റവും പ്രധാനപ്പെട്ട, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പ്രധാനപ്പെട്ട, ഇമ്പോർട്ടൻറ്റ്. ഗുണങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകൾ, ഫീച്ചേഴ്സ്. വാട്ട് ഫീച്ചേഴ്സ് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു യു? നിങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകൾ ഏതാണ്? ഞങ്ങളുടെ നിലവിലെ പ്രൊമോഷനിൽ വാങ്ങലിനൊപ്പം സൗജന്യ സമ്മാനവും ഉൾപ്പെടുന്നു. അവർ കറന്റ് പ്രൊമോഷൻ ഇൻക്ലൂഡ്സ് എ ഫ്രീ ഗിഫ്റ്റ് വിത്ത് പർച്ചേസ്. നിലവിലെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കറന്റ്. വാങ്ങുക, പർച്ചേസ്. സൗജന്യ സമ്മാനം, ഫ്രീ ഗിഫ്റ്റ്. ഉൾപ്പെടുക, ഇൻക്ലൂഡ്. അവർ കറന്റ് പ്രൊമോഷൻ ഇൻക്ലൂഡ്സ് എ ഫ്രീ ഗിഫ്റ്റ് വിത്ത് പർച്ചേസ്. ഞങ്ങളുടെ നിലവിലെ പ്രൊമോഷനിൽ വാങ്ങലിനൊപ്പം സൗജന്യ സമ്മാനവും ഉൾപ്പെടുന്നു. ഞങ്ങളുടെ ഫിനാൻസിംഗ് ഓപ്ഷനുകളെക്കുറിച്ച് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? വുഡ് യു ലൈക്ക് ടു ഹിയർ അബൌട്ട് അവർ ഫിനാൻസിംഗ് ഓപ്ഷൻസ്? ഫിനാൻസിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം ധനപരമായ. ഓപ്ഷൻസ്, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. കേൾക്കുക, ഹിയർ. വുഡ് യു ലൈക്ക് ടു ഹിയർ അബൌട്ട് അവർ ഫിനാൻസിംഗ് ഓപ്ഷൻസ്? ഞങ്ങളുടെ ഫിനാൻസിംഗ് ഓപ്ഷനുകളെക്കുറിച്ച് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഈ ഉൽപ്പന്നം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എങ്ങനെ യോജിക്കുന്നു? ഹൗ ഡസ് ദിസ് പ്രോഡക്റ്റ് ഫിറ്റ് ഇൻ ടു യുവർ നീഡ്സ്? ഉൽപ്പന്നം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്രോഡക്റ്റ്. ആവശ്യങ്ങൾ, നീഡ്സ്. ആവശ്യങ്ങൾക്ക് യോജിക്കുക, ഫിറ്റ് ഇൻ ടു നീഡ്സ്. ഹൗ ഡസ് ദിസ് പ്രോഡക്റ്റ് ഫിറ്റ് ഇൻ ടു യുവർ നീഡ്സ്? ഈ ഉൽപ്പന്നം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എങ്ങനെ യോജിക്കുന്നു? നിങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്കൊരു പ്രത്യേക ഡീൽ വാഗ്ദാനം ചെയ്യാൻ കഴിയും. I can offer you a special deal if you decide now. ഇപ്പോൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് now. തീരുമാനിക്കുക, ഡിസൈഡ്. പ്രത്യേക ഡീൽ, സ്പെഷ്യൽ ഡീൽ. ഡീൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാപാരം ചെയ്യുക അല്ലെങ്കിൽ കച്ചവട ഇടപാട് എന്നാണ്. വാഗ്ദാനം ചെയ്യുക, ഓഫർ. I can offer you a special deal if you decide now. നിങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഒരു പ്രത്യേക ഡീൽ വാഗ്ദാനം ചെയ്യാൻ കഴിയും. എന്ത് ബഡ്ജറ്റാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? വാട്ട് ബഡ്ജറ്റ് ഡു യു ഹാവ് ഇൻ മൈൻഡ്? ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിനാൻസ് പ്ലാൻ. വാട്ട് ബഡ്ജറ്റ് ഡു യു ഹാവ് ഇൻ മൈൻഡ്? എന്ത് ബഡ്ജറ്റാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? ഈ ഉൽപ്പന്നം 1 വർഷത്തെ വാറണ്ടിയോടാണ് വരുന്നത്. ദിസ് പ്രോഡക്റ്റ് കംസ് വിത്ത് എ 1 year വാറണ്ടി. ഉൽപ്പന്നം എന്ന വാക്കിൻ്റെ അർത്ഥം പ്രോഡക്റ്റ്. 1 വർഷം, 1 year. വാറണ്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുണമേന്മ, ഉത്തരവാദിത്വം എന്നാണ്. വരിക, കം. ദിസ് പ്രോഡക്റ്റ് കംസ് വിത്ത് എ 1 year വാറണ്ടി. ഈ ഉൽപ്പന്നം 1 വർഷത്തെ വാറണ്ടിയോടാണ് വരുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക നിറമോ മോഡലോ ഉണ്ടോ? ഈസ് ദെയർ എ സ്പെസിഫിക് കളർ ഓർ മോഡൽ യു പ്രിഫർ? ഇഷ്ടപ്പെടുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പ്രിഫർ. പ്രത്യേക, സ്പെസിഫിക്. നിറം, കളർ. ഈസ് ദെയർ എ സ്പെസിഫിക് കളർ ഓർ മോഡൽ യു പ്രിഫർ? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക നിറമോ മോഡലോ ഉണ്ടോ? എത്ര പെട്ടെന്നാണ് നിങ്ങൾക്ക് ഈ ഉൽപ്പന്നം ആവശ്യമുള്ളത്? ഹൗ സൂൺ ഡു യു നീഡ് ദിസ് പ്രോഡക്റ്റ്? എത്ര പെട്ടെന്ന്, ഹൗ സൂൺ. ആവശ്യം, നീഡ്. ഹൗ സൂൺ ഡു യു നീഡ് ദിസ് പ്രോഡക്റ്റ്? എത്ര പെട്ടെന്നാണ് നിങ്ങൾക്ക് ഈ ഉൽപ്പന്നം ആവശ്യമുള്ളത്? ഈ ഇനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങളാണ് ഉള്ളത്? വാട്ട് ക്വസ്റ്റ്യൻസ് ഡു യു ഹാവ് അബൌട്ട് ദിസ് ഐറ്റം? ഇനം എന്ന വാക്കിൻ്റെ അർത്ഥം ഐറ്റം. ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ്. വാട്ട് ക്വസ്റ്റ്യൻസ് ഡു യു ഹാവ് അബൌട്ട് ദിസ് ഐറ്റം? ഈ ഇനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങളാണുള്ളത്? അധിക കിഴിവുകൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു ലോയൽറ്റി പ്രോഗ്രാം ഞങ്ങൾക്കുണ്ട്. വി ഹാവ് എ ലോയൽറ്റി പ്രോഗ്രാം ദാറ്റ് ഓഫേഴ്സ് അഡീഷണൽ ഡിസ്കൗണ്ട്സ്. അധിക, അഡീഷണൽ. കിഴിവുകൾ, ഡിസ്കൗണ്ട്സ്. വാഗ്ദാനം ചെയ്യുക, ഓഫേഴ്സ്. വി ഹാവ് എ ലോയൽറ്റി പ്രോഗ്രാം ദാറ്റ് ഓഫേഴ്സ് അഡീഷണൽ ഡിസ്കൗണ്ട്സ്. അധിക കിഴിവുകൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു ലോയൽറ്റി പ്രോഗ്രാം ഞങ്ങൾക്കുണ്ട്. ഇതൊരു പരിമിതകാല ഓഫറാണ്. ദിസ് ഈസ് എ ലിമിറ്റഡ് ടൈം ഓഫർ. പരിമിതകാല എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലിമിറ്റഡ് ടൈം. ദിസ് ഈസ് എ ലിമിറ്റഡ് ടൈം ഓഫർ.
ഇതൊരു പരിമിതകാല ഓഫറാണ്. ഈ മോഡലിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഹാവ് യു കൺസിഡേർഡ് ദ ബെനിഫിറ്റ്സ് ഓഫ് അപ്ഗ്രേഡിംഗ് ടു ദിസ് മോഡൽ? മാറ്റുക, അപ്ഗ്രേഡ്. പ്രയോജനങ്ങൾ, ബെനിഫിറ്റ്സ്. ആലോചിക്കുക, കൺസിഡർ. ഹാവ് യു കൺസിഡേർഡ് ദ ബെനിഫിറ്റ്സ് ഓഫ് അപ്ഗ്രേഡിംഗ് ടു ദിസ് മോഡൽ? ഈ മോഡലിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഓർഡറിൽ എനിക്ക് സൗജന്യ ഷിപ്പിംഗ് ഏർപ്പെടുത്താൻ കഴിയും. ഐ ക്യാൻ അറേഞ്ച് ഫോർ ഫ്രീ ഷിപ്പിംഗ് ഓൺ യുവർ ഓർഡർ. സൗജന്യ ഷിപ്പിംഗ്, ഫ്രീ ഷിപ്പിംഗ്. ഏർപ്പെടുത്തുക, അറേഞ്ച്. കഴിയുക, ക്യാൻ. ഐ ക്യാൻ അറേഞ്ച് ഫോർ ഫ്രീ ഷിപ്പിംഗ് ഓൺ യുവർ ഓർഡർ. നിങ്ങളുടെ ഓർഡറിൽ എനിക്ക് സൗജന്യ ഷിപ്പിംഗ് ഏർപ്പെടുത്താൻ കഴിയും. നിങ്ങൾക്ക് ചില ഉപഭോക്തൃ അവലോകനങ്ങൾ കാണാൻ താല്പര്യമുണ്ടോ? വുഡ് യു ലൈക്ക് ടു സീ സം കസ്റ്റമർ റിവ്യൂസ്? ഉപഭോക്തൃ അവലോകനങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കസ്റ്റമർ റിവ്യൂസ്. കാണുക, സീ. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? വുഡ് യു ലൈക്ക്. വുഡ് യു ലൈക്ക് ടു സീ സം കസ്റ്റമർ റിവ്യൂസ്? നിങ്ങൾക്ക് ചില ഉപഭോക്തൃ അവലോകനങ്ങൾ കാണാൻ താല്പര്യമുണ്ടോ? നിങ്ങൾ തൃപ്തനല്ലെങ്കിൽ പണം തിരികെ നൽകാനുള്ള ഗ്യാരണ്ടി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വി ഓഫർ എ മണി ബാക്ക് ഗ്യാരണ്ടി ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. നിങ്ങൾ തൃപ്തനല്ലെങ്കിൽ, ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. പണം തിരികെ നൽകാനുള്ള ഗ്യാരണ്ടി, മണി ബാക്ക് ഗ്യാരണ്ടി. വാഗ്ദാനം ചെയ്യുക, ഓഫർ. വി ഓഫർ എ മണി ബാക്ക് ഗ്യാരണ്ടി ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. നിങ്ങൾ തൃപ്തനല്ലെങ്കിൽ പണം തിരികെ നൽകാനുള്ള ഗ്യാരണ്ടി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വ്യത്യസ്ത ഓപ്ഷനുകൾ താരതമ്യം ചെയ്യാൻ ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. ക്യാൻ ഐ ഹെൽപ്പ് യു കമ്പയർ ഡിഫറെൻറ്റ് ഓപ്ഷൻസ്? വ്യത്യസ്ത എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡിഫറെൻറ്റ്. ഓപ്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക എന്നതാണ്. താരതമ്യം ചെയ്യുക, കമ്പയർ. സഹായിക്കുക, ഹെൽപ്പ്. ക്യാൻ ഐ ഹെൽപ്പ് യു കമ്പയർ ഡിഫറെൻറ്റ് ഓപ്ഷൻസ്? വ്യത്യസ്ത ഓപ്ഷനുകൾ താരതമ്യം ചെയ്യാൻ ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഈ ഉൽപ്പന്നത്തിന് മറ്റു ഉപഭോക്താക്കളിൽ നിന്ന് മികച്ച പ്രതികരണം ലഭിച്ചു. ദിസ് പ്രൊഡക്റ്റ് ഹാസ് റിസീവ്ഡ് എക്സലൻറ്റ് ഫീഡ്ബാക്ക് ഫ്രം അതർ കസ്റ്റമേഴ്സ്. ഉൽപ്പന്നം എന്ന വാക്കിൻ്റെ അർത്ഥം പ്രോഡക്റ്റ്. മറ്റു ഉപഭോക്താക്കൾ, അതർ കസ്റ്റമേഴ്സ്. ഉപഭോക്താവ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കസ്റ്റമർ. മികച്ച, എക്സലൻറ്റ്. പ്രതികരണം, ഫീഡ്ബാക്ക്. ലഭിക്കുക, റിസീവ്. ദിസ് പ്രൊഡക്റ്റ് ഹാസ് റിസീവ്ഡ് എക്സലൻറ്റ് ഫീഡ്ബാക്ക് ഫ്രം അതർ കസ്റ്റമേഴ്സ്. ഈ ഉൽപ്പന്നത്തിന് മറ്റു ഉപഭോക്താക്കളിൽ നിന്ന് മികച്ച പ്രതികരണം ലഭിച്ചു. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ, ബൈ.